അതേന്ന് നമുക്കൊരു കിടിലായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പ്രവാസികളുടെ സ്വന്തം കുബൂസാണ്. ഇതിന് നമുക്കൊന്ന് റിച്ച് ആക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കിയത് കൊണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഓണിയൻ ചെറുതാക്കി കട്ടാക്കിയത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട. ഇത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഇട്ട് കൊടുത്തോട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം കട്ടാക്കിയത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം അതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 എഗ്ഗ് ബീറ്റ് ചെയ്തും കൂടെ ഒഴിച്ച് കൊടുക്കട്ടോ. എഗ്ഗ് ഒഴിച്ച് അപ്പോൾ തന്നെ അതുപോലെ മിക്സ് ചെയ്യരുത് കേട്ടോ. അത് കുറച്ച് സമയം ഇങ്ങനെ വെക്കണം കേട്ടോ. എന്നാലും ഇതുപോലെ എഗ്ഗ് പീസാക്കിയിട്ട് കിട്ടുള്ളൂ. കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്വന്തം കുബൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഇത് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ മിക്സിംഗ് ആണ് നമ്മളുടെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടെ ഒന്ന് റിച്ച് ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ചീസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഇപ്പോൾ ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതൊരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഡെയിലി നിങ്ങളിത് അതേപോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. പിന്നെ ഉണ്ടല്ലോ ഇത് പറഞ്ഞറിയുന്നേക്കാളും നല്ലത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.